ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ കണ്ടത്? പിന്നീട് എന്തിനാണ് എം.ടി. രമേശിനോട് സംസ്ഥാന പ്രസിഡന്റാകാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചത്? അതല്ലെങ്കിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ അമിത്ഷാ വെളുപ്പിച്ചത്, ചർച്ച നടത്തിയത്? ഇത്തരം ചോദ്യങ്ങൾ ബി.ജെ.പിയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കെ സുരേന്ദ്രന് സ്ഥാനചലനം വരികയാണോ? അവിടത്തേക്ക് എം.ടി. രമേശിനെ പരിഗണിക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കുന്നുണ്ടോ? അതല്ല ശോഭാ സുരേന്ദ്രനാണോ വരാൻ പോകുന്നത് എന്നീ ചർച്ചകളാണ് ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് പ്രസിഡന്റ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ തുടരും, അതിന് കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രനും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും പറയുന്നത്. പക്ഷേ ഊഹാമുഖങ്ങൾ പലതും ബി.ജെ.പിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കെ സുരേന്ദ്രൻ തന്നെ ഉറപ്പില്ല, നേതൃത്വം തന്നോട് പറഞ്ഞത് അതുപോലെ നടപ്പാകുമെന്ന്, ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനോട് അടുപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ല എന്നാണ്. സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് അമിത്ഷാ വിളിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ പൂർണ്ണ സമയം നിൽക്കാൻ കഴിയില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായാൽ സ്വാഭാവികമായും അദ്ദേഹം കേരളത്തിൽ തന്നെ തുടരേണ്ടി വരും. അത് അദ്ദേഹത്തിന്റെ മറ്റ് ബിസിനസ് താല്പര്യങ്ങൾക്ക് എതിരാകും. അതുകൊണ്ട് അത് കഴിയില്ല. ഞാൻ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ എൻ.ഡി.എയുടെ ചെയർമാനായി തുടരാം, ഇപ്പോഴെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായെ അറിയിച്ചത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തയ്യാറല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നാൽ ബി.ജെ.പിയോട് കൂടുതൽ ആളുകൾ അടുക്കും. കാരണം അദ്ദേഹം വ്യവസായിയാണ്, വിദ്യാസമ്പന്നനാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിഡിൽ ക്ലാസിനെ ആകർഷിക്കാൻ കഴിയും ബി.ജെ.പിയിലേക്ക് എന്നാണ് അമിത്ഷാ കണക്ക് കൂട്ടുന്നത്, ബി.ജെ.പിയുടെ അഖിലേന്ത്യാ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിൽ ചെറിയ സമയത്ത് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ല സ്വാധീനമുണ്ടാക്കിയിരുന്നു. അതും കൂടി കണക്കെടുത്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പ്രധാനമായും പരിഗണിക്കുന്നത്. എന്നാൽ എം.ടി. രമേശ് ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയായി എത്രയോ കാലം പ്രവർത്തിച്ച ആളാണ്. താഴെ തട്ടിൽ വരെ പ്രവർത്തകരുമായി ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന ആകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ടോ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ശാക്തിക ബലാബലം മാറി മാറി വരുമ്പോൾ അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും കയ്യിലാണ്. പക്ഷേ ഇടക്കാലത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇനിയും തുടരാൻ കെ സുരേന്ദ്രനെ അനുമതി കിട്ടിയത് എന്നാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്ത. പിന്നെ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ കണ്ടത്? അമിത്ഷായെ കണ്ട വിവരം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നാട്ടുകാരെ അറിയിച്ചത്. ശോഭാ സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് താഴെ 2 ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, അമിത്ഷായോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോ. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ കുറിച്ചിട്ടുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഡൽഹിയിൽ വെച്ച് സന്ദർശിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി.ജെ.പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു. അവിടെയാണ് പ്രശ്നം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവസാന വാചകം ഇങ്ങനെയാണ്: അമിത്ഷായോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി.ജെ.പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക്. എന്താണ് കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം? കേരളത്തിൽ ഭരണം പിടിക്കുക, കേരളത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കുക. ഭരണം പിടിക്കാൻ കഴിയില്ല എങ്കിലും കുറച്ചെങ്കിലും സീറ്റ് നിയമസഭയിൽ നേടുക, മുന്നേറ്റം ഉണ്ടാക്കുക. പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം ഭരണമാണ്, കേരളത്തിൽ ഭരണം പിടിക്കുക എന്നതാണ്. അതെപ്പോഴാണ് എന്നത് മറ്റൊരു വിഷയം. എന്നിരുന്നാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ നടത്തിയാണ് ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി സംസാരിക്കാൻ ദില്ലിയിൽ എത്തിയത്. ഇന്നിപ്പോൾ ബി.എൽ. സന്തോഷുമായി സംഘടനാ ജനറൽ സെക്രട്ടറി, ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ബി.ജെ.പിയിൽ ഏറ്റവും ശക്തനായ ആളാണ്. അദ്ദേഹത്തെയും കാണുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. എന്തിന് എന്ന ചോദ്യവും അവിടെയും ഉയരുന്നുണ്ട്. സ്വാഭാവികമായി എന്തോ പ്രധാനപ്പെട്ട ചുമതല ലഭിക്കാനുണ്ട് ശോഭാ സുരേന്ദ്രന്. കാരണം ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നീട് ബി.ജെ.പിക്ക് താഴോട്ട് വരേണ്ടി വന്നിട്ടില്ല.
ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ആലപ്പുഴ മത്സരിച്ചപ്പോൾ ലോക്സഭയിലേക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആറ്റിങ്ങലിലും ലോക്സഭയിലേക്കാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എവിടെയൊക്കെ മത്സരിച്ചോ അവിടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും BJPയെ മുന്നോട്ടെത്തിക്കാനും കഴിയുന്ന നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്ന് നേതൃത്വത്തിന് അറിയാം, കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. പക്ഷേ സംസ്ഥാന നേതൃത്വം എപ്പോഴും ശോഭാ സുരേന്ദ്രനെ തള്ളി പുറകോട്ട് മാറ്റും. കാരണം ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിലേക്ക് വന്നാൽ ഇവിടെയൊക്കെ പണി പോകും. ശോഭാ സുരേന്ദ്രൻ BJPയെ കൈപ്പിടി ഒതുക്കും, BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കും എന്ന് BJP സംസ്ഥാന നേതൃത്വത്തിലുള്ള പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ മെല്ലെ തഴയുന്നത്. അതുകൊണ്ടുകൂടിയാണ് നേരെ കേന്ദ്ര നേതൃത്വത്തെ കണ്ട് അമിത്ഷായെ കണ്ട് സംസാരിക്കാൻ ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലെത്തിയത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, പ്രധാനപ്പെട്ട ഒരു പദവി ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നുണ്ട്. അത് അഖിലേന്ത്യാ നേതൃത്വത്തിലാണോ, ഇനി സംസ്ഥാന നേതൃത്വത്തിലാണോ, ഇനി അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതല നൽകുന്ന രീതിയിലേക്കാണോ, അതല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പദവി ശോഭാ സുരേന്ദ്രന് ലഭിക്കുമോ? അത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തന്നെ ആയിരിക്കുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കൂ, അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം എന്ന ഉറപ്പ് ശോഭാ സുരേന്ദ്രന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ BL സന്തോഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശോഭാ സുരേന്ദ്രന് മനസ്സിലാകും. അതിനുശേഷം അത് മാധ്യമങ്ങൾക്കും ചോർന്നു കിട്ടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോഴായിരിക്കും ശോഭാ സുരേന്ദ്രന്റെ പുതിയ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക.